നമുക്കേ ഈ തൊഴിൽ വാർത്ത തൊഴിൽ വീതിയൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും വർഷ അവസാനം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാദ്യമായിട്ടാണ് ആരെങ്കിലുമൊക്കെ ഈ പറയുന്ന തൊഴിൽ വാർത്ത തൊഴിൽ വീതി മേടിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഇപ്പം മേടിച്ച് തുടങ്ങിക്കോ. കാരണം എന്താണെന്നറിയാമോ, വർഷ അവസാനം എത്തുമ്പോഴത്തേക്ക് നിറയെ വിജ്ഞാപനങ്ങൾ വരുന്നൊരു സമയമാണ്. അപ്പോൾ ആദ്യമായിട്ട് PSC പഠിക്കുന്നവർക്കായാലും ഈ വീഡിയോ ഉപകാരപ്രദമാകും. ഇന്നത്തെ വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളും എന്തൊക്കെയായിരിക്കും എക്സാംസ് ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് PSC എക്സാം എഴുതാൻ 1 രൂപയുടെ പോലും ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 36 വയസ്സ് വരെ, അതായത് നമ്മുടെ പല എക്സാംസിലും 36 വയസ്സ് വരെ ആയിരിക്കും. പക്ഷേ ടീച്ചേഴ്സ് എക്സാമിലാണെങ്കിൽ അത് വീണ്ടും 40 വയസ്സ് വരെ നമുക്ക് കിട്ടും. പലപ്പോഴും എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് 36 വയസ്സാണ് നമ്മുടെ ലാസ്റ്റ് ഏജ് എന്നാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. OBCക്കും, അതായത് OBC കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിൽ 36ൻ്റെ കൂടെ ഒരു സംവരണം കിട്ടും, 3 വർഷം. SC ST ആണെങ്കിൽ 5 കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയും PSC എക്സാംസ് നടക്കുന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു ലിസ്റ്റ് പറയാം, ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. 10th ലെവലിലാണ് എങ്കിൽ 10th ലെവലിൽ ശരിക്കും ഒരു പ്രിലിമിനറി എക്സാംസ്, 10th പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടായിരിക്കുമേ. അപ്പം ഈ പറയുന്ന പ്രിലിംസിന് വേണ്ടി നമുക്ക് ഒരുങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊക്കെ എക്സാം 10th ക്ലാസ് പാസ്സായേ നമുക്ക് എഴുതാൻ പറ്റും. കേട്ടിരുന്നോ? കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് LGS, VFA, ബെപ്കോ LDC, ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, ഇവയിലൊക്കെ തന്നെയും ഈ ടൈപ്പിസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് ഞാനതിനകത്തൊരു 10th ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പ്ലസ് ആഡ് ഓൺ ആ ടൈപ്പിസ്റ്റ് കോഴ്സ് പാസ്സാവണം. എന്നിരുന്നാലും ഈ ലെവലിലുള്ള എക്സാംസ് ഒക്കെ എന്ന് പറയുന്നത് 10th ക്ലാസ് ലെവലിലുള്ളൊരു എക്സാം ആയിരിക്കും. അപ്പം നമുക്ക് ഡിഗ്രി ഉള്ളവർക്കും ഈ എക്സാം എഴുതാൻ പറ്റും. കമ്പനി ബോർഡ് LGS എഴുതാൻ പറ്റും. സാധാരണ LGS മാത്രമാണ് നമുക്ക് എഴുതാൻ പറ്റാത്തത്. ഈ എക്സാം നടക്കാൻ പോകുന്നത്, ചിലവരൊക്കെ ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ എക്സാം നടക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ എക്സാം നടക്കുകയാണ്. പലരും ഇങ്ങനെ ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടാകും. പക്ഷേ ഈ എക്സാം എപ്പോഴും വിളിക്കുമെന്നോ വെറുതെ പോയി എക്സാം എഴുതുന്നവരോടാണ് ഞാൻ പറയുന്നു, പഠിച്ചിട്ട് എക്സാം എഴുതണം. കാരണം പഠിച്ചിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും PSC ജോലി കിട്ടും. പലരും പറയാറുണ്ട് PSCയുടെ പരാജയ കാരണങ്ങളിൽ ഞാൻ ഒരുപാട് ലിസ്റ്റ് വന്നു, ആ ലിസ്റ്റിൽ വന്നത് പ്രോപ്പർ റാങ്ക് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയും ചിലപ്പം ലിസ്റ്റിൻ്റെ നിയമനം നടന്ന് കഴിഞ്ഞ് കാണും, പുറകെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പേടിച്ചൊന്നും ഇരിക്കേണ്ട. ഇപ്പോൾ PSC പ്രോപ്പറായിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് +2 ലെവൽ എക്സാമാണ്. ഏതൊക്കെയാണ് +2 ലെവൽ എക്സാംസ്? CPO, WCPO, അതോടൊപ്പം തന്നെയാണ് ഫയർമാന്, അടുത്തത് എന്താണ്, ഡ്രൈവർ എക്സാംസ്, എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, CPO ഡ്രൈവർ, ഇവയൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞ CPO CEO എക്സാംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും എക്സ്പെക്റ്റഡ് ഡേറ്റ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ എക്സൈസ് ഡ്രൈവർ ഫെബ്രുവരി 25, 2026 നടക്കുന്നത്. ഫയർമാൻ ഡ്രൈവർ ഏപ്രിലാണ് നടക്കുന്നത്. CPO ഡ്രൈവർ ഏപ്രിലാണ് നടക്കുന്നത്. ഇനി ഡിഗ്രി ലെവലിൽ എന്തൊക്കെ എക്സാമാണ്? കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഉണ്ട്, SI ഉണ്ട്, SBCID ഉണ്ട്, ജയിലറുണ്ട്, എക്സൈസ് ഡ്രൈവർ, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എക്സാംസ് ഉണ്ട്. ഇവയെല്ലാം എന്താണ്? ഡിഗ്രി പ്രിലിംസ് ആണ്. ഇതൊക്കെ ഏപ്രിൽ മെയ് ആണ്. ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നേരത്തെ ഓൾറെഡി വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. ഇവയൊക്കെ ഇതിൻ്റെ കലണ്ടർ ഇപ്പം വന്നിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും. എക്സാക്റ്റ് ഡേറ്റ് വന്നിട്ടില്ല, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങളിൽ പലരും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും, പഠിച്ചു ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും പുതിയ നോട്ടിഫിക്കേഷൻ ഇനി വരാൻ പോവുകയാണ്. നിങ്ങൾ ഈ ഒരു വർഷം അവസാനത്തിനുള്ളിൽ ഏകദേശം 60ലധികം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കിട്ടാൻ പോവുകയാണ്. അപ്പം മറന്നു പോകേണ്ട, ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടുകൊണ്ട് മാത്രം നമുക്കൊരു ജോലി കിട്ടില്ല. നോട്ടിഫിക്കേഷൻ മാത്രം അറിഞ്ഞിട്ട് കാര്യം നമുക്ക് ജോലി കിട്ടില്ല. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. LPSA, UPSC ആയാലും HSST ആയാലും PSCയുടെ ഏത് എക്സാംസ് ആയാലും പ്രിസ്ക്രൈബ്ഡ് സിലബസിനുള്ളിൽ പഠിക്കുക. അതിൽ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. മാറി വരുന്ന പാറ്റേണിനെ പറ്റി ധാരണയുണ്ടാകുക. എന്ന് പറയും, മാറി വരുന്ന കാര്യങ്ങൾ മാത്രമല്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, പഴയ കാര്യങ്ങളും ചോദിക്കും. അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യുക. അതിലെങ്ങനെ നല്ല മാർക്ക് നേടാൻ പറ്റും. പിന്നെ ഏത് PSC പരീക്ഷയും ക്രാക്ക് ചെയ്തവരുടെ ഒരേ ഒരു സ്ട്രാറ്റജിയേ ഉള്ളൂ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം ക്രിയേറ്റ് ചെയ്യുക.
അതുകൊണ്ടേ എങ്കിൽ നിങ്ങൾക്ക് പരീക്ഷകൾ ഒരു പ്രയാസവും ഉണ്ടാവില്ല, നിങ്ങൾക്കും ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വരാൻ പോകുന്ന അവസരങ്ങളെപ്പറ്റി നന്നായി മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ CC ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. CC ആപ്പിലൂടെ ഞങ്ങൾ ഈ തരുന്ന എല്ലാ ക്ലാസ്സുകളും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഒരു സിലബസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ ചെയ്യാറുള്ളത്. അതായത് ക്ലാസ്സുകൾക്ക് ടൈം ടേബിളുകൾ ഉണ്ടാകും, മെൻറ്റർ ഉണ്ടാകും, അതിലൂടെ തന്നെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടോപ്പിക് വൈസ് SCRTയും ഒക്കെയും തന്നെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ CC ആപ്പിനോടൊപ്പം യാത്ര ചെയ്യുക. റിസൾട്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും CC ആപ്പിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, 2026 നിങ്ങളുടെ വർഷമാണ്. പഠനം നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ. ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം.